പി കെ ഫിറോസ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയല്ലോ. പണി കാര്യം ഞങ്ങളിപ്പോൾ ഒരു സുഖകരമായ ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ ഈ കോഴിക്കോട് മന്ത്രിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നേരത്തെ നമ്മൾ കുറച്ച് മന്ത്രിമാരായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പോൾ പല മന്ത്രിമാരും പറഞ്ഞു ഞങ്ങൾ വരുന്ന വഴിക്ക് കോഴിക്കോട് വഴിയാണ് വരുന്നത് എന്നൊക്കെയാണ് ചില മന്ത്രിമാരൊക്കെ പറയുന്നത്. അപ്പോൾ കോഴിക്കോട് ഇന്ന് ഞാൻ പറഞ്ഞു വന്ന 4 മന്ത്രിമാരുണ്ട് ഇവിടെ, ടി സിദ്ദീഖ് ഉൾപ്പെടെ. നാട് കോഴിക്കോടാണ്. അല്ല പിന്നെ ഞങ്ങൾ ഇത്തവണ അതെന്താ കഴിയാതെ പോയത്? സത്യസന്ധമായി പറഞ്ഞാൽ കോഴിക്കോട് സത്യസന്ധമായി പറയുള്ളൂ. കോഴിക്കോട് വലിയ വിജയമുണ്ടായി, UDFന് വലിയ വിജയമുണ്ടായ, UDFന് ഏറ്റവും വലിയ സംഖ്യ കൊടുത്തൊരു ജില്ലയാണ് കോഴിക്കോട്. 12 പേരാണ് ഇത്തവണ ജയിച്ചത്. കഴിഞ്ഞ അവിടെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 10 പേരുടെ വർധനമുണ്ടായി. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു മന്ത്രി ഉണ്ടാവും എന്നുള്ളത്, പക്ഷേ ഉണ്ടായില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് മന്ത്രി കിട്ടിയില്ല. അത് പാർട്ടി തീരുമാനമാണല്ലോ, കോൺഗ്രസിൻ്റെയും തീരുമാനമാണ്, ലീഗിൻ്റെയും തീരുമാനമാണ്. പാർട്ടി തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള അച്ചടക്കമുള്ള പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. അപ്പോൾ മന്ത്രി ഇല്ലാത്തത് കൊണ്ട് ഇനി അത് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ജില്ലയിലേക്ക്, ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക്, അത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായും ട്രംപ് കാർഡാണത്. കാരണം മന്ത്രി ഏതായാലും തന്നില്ല. ഇനി ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് അതിൻ്റെ പേരിൽ വികസനം എത്താത്തൊരു സ്ഥിതി ഉണ്ടാവരുത്. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ പരിഗണന കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾക്ക് ഉണ്ടാവണം എന്ന ഒരു മുഖ്യമന്ത്രിയോട് പറയും, മന്ത്രിമാരോട് പറയും. തീർച്ചയായിട്ടും അവർക്കത് അംഗീകരിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.